നമുക്ക് ഇന്നൊരു യാത്ര പോകാമോ? കാടും മേടും താണ്ടി നിബിഡവനത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ദലച്ചാർത്തിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ ക്യാമറയിൽ ലെൻസ് ഫ്ലെയർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച. തെളിഞ്ഞ ആകാശം. ഇന്ന് 2024 പൊന്നോണ ദിവസമാണ്. യാത്ര വെറും യാത്രയല്ല, ഓരോ യാത്രയും അന്വേഷണമാണ്. സന്തോഷത്തെ തേടുന്ന, സമാധാനത്തെ തേടുന്ന തിരച്ചിലുകളാണ്. പാലോട് കുളത്തൂപ്പുഴ റോഡാണിത്. സമയം 10:30 തിരക്കില്ലാത്ത ആളൊഴിഞ്ഞ ഒരു കാനന പാതയിലൂടെയുള്ള യാത്ര എന്തെന്നില്ലാത്ത ആനന്ദം പകർന്നു. ഡ്രൈവിങ്ങും ഷൂട്ടിങ്ങും ഒരുമിച്ച് ചെയ്യുമ്പോഴും പിടിതരാത്ത മനസ്സ് കാതങ്ങളോളം പിന്നിലോട്ട് യാത്ര ചെയ്തു. പണ്ടൊരു പൊന്നോണ ദിവസം, അന്നെൻ്റെ കുട്ടിക്കാലം. എല്ലാവരും യാത്ര പോകുമ്പോഴും പുതുവസ്ത്രം അണിയുമ്പോഴും പല കളികളിൽ മുഴുകുമ്പോഴും അതിലൊന്നും പങ്കില്ലാതെ ഒറ്റപ്പെട്ട് നെല്ലിമരത്തിൻ്റെ മൂട്ടിൽ നെടുവീർപ്പിനെ കൂട്ടുപിടിച്ച് തനിച്ചിരിക്കാറുള്ള എൻ്റെ ബാല്യത്തെ ഓർത്തു. സന്തോഷം ഒരു തിരുവോണം പോലെയാണ്. ആണ്ടിലോ ആവണിക്കോ മാത്രം വരുന്ന ഒന്ന്. ഒരു നാട്ടുകവലയിൽ എത്തി. അവിടെ പുകയടുപ്പിൽ പാചകം ചെയ്ത തനിനാടൻ ആഹാരം ലഭിക്കും. മുൻപൊരിക്കൽ ഇതുവഴി വന്നപ്പോഴും ഞാൻ ഇവിടെ കയറി കഴിച്ചിട്ടുണ്ട്. കടയിലെ ചേട്ടൻ എന്നെ ഓർത്തെടുത്ത പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒരു പൊറോട്ടയും ഒരു ദോശയും കുറച്ച് ചിക്കൻ കറിയും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. പുകയടുപ്പിലെ ആഹാരത്തിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. ചൂട് ചിക്കൻ കറിയുടെ മണം വല്ലാതെ മനസ്സിനെ മത്തുപിടിപ്പിച്ചു. പിന്നെയുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെയാണ്. വഴിയരികിൽ ധാരാളം വാനരന്മാരെ കണ്ടു. അവരെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വാഹനം നിർത്തി. എന്നെ കാണാൻ വേണ്ടി അവർ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ അവർക്കായി ആഹാരമൊന്നും കരുതിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഉള്ള ജീവജാലങ്ങൾക്ക് നമുക്ക് ആഹാരം കൊടുക്കാനുള്ള പെർമിഷനും വന്യജീവി വകുപ്പ് നൽകുന്നുമില്ല. ഇവിടെ അടുത്താണ് ശെന്തുരുണി ചെക്ക് ഡാം. അവിടേക്ക് നടന്നു വേണം പോകാൻ. വാഹനം പാർക്ക് ചെയ്ത് നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ലഞ്ച് ബ്രേക്കിന് ശെന്തുരുണി ചെക്ക് ഡാം അടച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു ഇനി 2 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന്. ഇവിടെയുള്ള പ്രധാന ആക്ടിവിറ്റീസ് ബോട്ടിംഗ് സഫാരിയാണ്. എന്തായാലും ഞാൻ ബോട്ടിംഗ് സഫാരിക്കൊന്നും പോകാൻ പോകുന്നില്ല. കാഴ്ചകൾ കാണുക, വിഷ്വൽസ് പകർത്തുക എന്നതിലപ്പുറം നമുക്ക് ഇവിടെ മറ്റു പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. അവിടെ ഒരു വട്ടവള്ളം, ഊർഗോലം, അതിൽ ആരോ തുഴഞ്ഞു പോകുന്ന കാഴ്ച കാണാം. വളരെ ദൂരെയാണ്, വ്യക്തമല്ല. അവിടെയുള്ള ട്രൈബൽ ഗോത്രത്തിൽപ്പെട്ട ആരോ മറുവരയിൽ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. ഇത് കണ്ടോ, ഒരു അമ്മക്കുരങ്ങ് കുട്ടിക്കുരങ്ങുമായിട്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും പോകണം നമുക്ക്. നമ്മൾ പോകുന്നത് തെന്മലയുടെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രദേശത്തെ ഒന്നാകെ വളരെ മനോഹരമായി വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ഞാൻ പ്രവാസ ജീവിതം കഴിഞ്ഞിവിടെ വന്നാൽ ആദ്യം പോകണം എന്നുദ്ദേശിച്ച ഒരു സ്ഥലമാണ് തെന്മല. പണ്ടൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു. അന്ന് ഞാനിവിടെ വരുമ്പോൾ ലെയ്ഷർ പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി വന്നതാണ്. മാത്രവുമല്ല, ഇതുപോലുള്ള വനത്തിലൂടെയുള്ള യാത്ര. പിന്നെ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും ഒരു 90% ഏരിയ റോഡ് വളരെ മനോഹരമാണ്. നമുക്ക് നന്നായി സ്മൂത്തായി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും അനുഭവിക്കേണ്ടതും ഇല്ല. താഴെ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു ഐസ്ക്രീം കച്ചവടക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു. നല്ല വാനില ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു. മുൻപൊക്കെ 10 രൂപയാണ്, ഇപ്പോൾ എല്ലാറ്റിനും വില കൂടിയല്ലോ. ഒരു ഐസ്ക്രീമിന് 30 രൂപയാണ്. ഞാനത് വാങ്ങിച്ചു കേട്ടോ, കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളും പറ. പഞ്ചസാരയെ ഭയമാണ്, ഷുഗർ കൂടിയാലോ? എങ്കിലും നിങ്ങളും കഴിക്കാറില്ലേ ഇഷ്ടമുള്ളത്, ഒളിച്ചും പാത്തുമൊക്കെ?
വിശേഷിച്ച് ഇതുപോലുള്ള യാത്രകളിൽ നമ്മൾ കഴിച്ചു പോകും അല്ലേ? അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞു തെന്മല ഡാമിൻ്റെ മുൻപിലെത്തി. തെന്മല ഡാമിൻ്റെ മുമ്പിൽ നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ ലെയ്ഷർ പാർക്കിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണമല്ലോ, അതിനായിട്ട് പോകുന്നതാണ്. ആദ്യം നമുക്ക് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്, അവിടേക്ക് പോകാം. അവിടെ മാനുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടു ധാരാളം. മാനുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇവിടെ കാണുന്ന മാനുകൾ ഏതൊക്കെയാണ്, അവയുടെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, അവയെ സംരക്ഷിച്ചിരിക്കുന്ന മേഖല എവിടെയാണ്, അതൊക്കെ കാണാം. അതിനായി ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇവിടെ നോക്കൂ, വന്നപ്പോൾ തന്നെ ടിക്കറ്റ് അവൈലബിൾ ആകുന്ന ഓഫീസിൻ്റെ മുമ്പിൽ ഒരു കാട്ടുപോത്ത് പ്രതിമയാണ് കേട്ടോ. ഇടതുവശത്ത് ഒരു ദിനോസറുണ്ട്. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വൈബിൻ്റെ തുടക്കം എന്ന് വേണം പറയാൻ. അവിടെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ പ്രൊജക്റ്റുകൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. അതെല്ലാം മനസ്സിലാക്കി ടിക്കറ്റും എടുത്ത് പിന്നെയും നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇവിടെ മനോഹരമായ ഒരു വലിയ മരത്തിൻ്റെ തണൽ. കുറച്ചു നേരം അവിടെ നിന്നു വിശ്രമിക്കാനായി. നോക്കൂ, കാഴ്ചകൾ എത്ര മനോഹരമാണ്. ഇവിടെയാണ് മാനുകളെ സംരക്ഷിച്ചിരിക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതിൻ്റെ അടുത്തെത്തി. അവിടെയും തിരക്ക് നന്നേ കുറവായിരുന്നു. നിങ്ങൾക്ക് കാണാം, വലിയ ഒരു ആർച്ചിൽ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു ചെറിയ മഴക്കോള് വന്നു. മഴ പെയ്യാൻ ചാൻസുണ്ട്. സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കുപ്പികളെക്കുറിച്ചാണ്. അവിടെ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരരുത് എന്ന്. ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ വരുമ്പോഴും അങ്ങനെ തന്നെ ആവണം. വലിയ മരങ്ങളും കാട്ടുചോലകളും പ്രകൃതിയും മൃഗങ്ങളും ഒക്കെയുള്ള സ്ഥലത്തേക്ക് കൃത്രിമത്വത്തിൻ്റെ വിഷാംശങ്ങളെ നമ്മൾ കൊണ്ടെത്തിക്കുന്നത് തെറ്റല്ലേ? വാ, നമുക്കകത്തേക്ക് പോകാം. അവിടെയുള്ള കാഴ്ചകൾ കാണാം. നമ്മളോടൊപ്പം വന്ന 2-3 കാറുകൾ പുറത്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. ഇവിടെയും ടിക്കറ്റ് കിട്ടും. ഞാൻ മെയിൻ ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ പ്രതീതി. വലതുവശത്തേക്കുള്ള വഴി കാട്ടിത്തരുന്ന ചൂണ്ടുപലക. ഞാൻ അതുവഴി പോയി. ഫെൻസിങ്ങിൻ്റെ അകത്ത് ധാരാളം മാനുകൾ. അങ്ങിങ്ങായി കേഴമാൻ, പിന്നെ കലമാൻ, പുള്ളിമാൻ. അങ്ങനെ ആസ്വദിക്കുക എന്ന അനുഭവം കാലാകാലാന്തരങ്ങളിൽ വ്യത്യസ്തങ്ങളാണ്. മരുഭൂമിയിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ എൻ്റെ മനസ്സിനെ ഈ പ്രകൃതി വല്ലാതെ സാന്ത്വനിപ്പിക്കുന്നു. ഈ കനോപ്പി കനിവിൻ്റെ കരമായി എനിക്ക് തോന്നുന്നു. സന്തോഷം കൊണ്ട് കൂകി വിളിക്കാൻ. സ്വപ്നങ്ങളുടെ കരങ്ങൾക്ക് തണുപ്പാണ്. പ്രതീക്ഷകളുടെ സാന്നിധ്യം സുഗന്ധമാണ്. ജീവിതം വിത്തിൽ നിന്ന് മുളപൊട്ടുന്ന പോലെ, ഒരു പുതുനാമ്പ് പോലെ. ഇന്നലെ എൻ്റെ സുഹൃത്ത് വിളിച്ചു കേട്ടോ. ഓണം കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് തുടങ്ങുമത്രേ. അത് വലിയൊരു ആർട്ട് പ്രൊജക്റ്റാണ്. ഒരു പ്രദേശമാകെ ശില്പങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ആകാശം മുട്ടെ കാഴ്ചയ്ക്ക് സീമകളില്ലാത്ത വലിയ ശില്പങ്ങൾ, മൺകോട്ടകൾ, പഴമയുടെ ചരിത്രം വിളംബരം ചെയ്യുന്ന നിർമ്മിതികൾ, കാലത്തിൻ്റെ ശിലാഫലകത്തിൽ ശില്പിയുടെ കയ്യൊപ്പ്. എൻ്റെ കൈയുടെ പിന്നിൽ ഞാനൊരു മുത്തം കൊടുത്തു. ഒറ്റയ്ക്ക് നടക്കുന്നത് അതിനാണ്. എന്നെ ഞാനെങ്കിലും സ്നേഹിക്കണ്ടേ? സോറി, മറന്നുപോയി. എന്നെ സ്നേഹിക്കുന്ന സാഫ്രോൺ കുടുംബാംഗങ്ങളോടൊപ്പമാണ് എൻ്റെ ജീവിതം. നിങ്ങളില്ലാതെ, നിങ്ങളെ കൂട്ടാതെ ഞാൻ എങ്ങും പോവില്ല. നിങ്ങളാണ് എൻ്റെ എല്ലാം. കാഴ്ചകൾ കാണിക്കാനല്ലേ കൊണ്ടുവന്നത്? ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം പോലെ പരിഭവം പറയുന്നത് എന്തിന് എന്ന് നിങ്ങൾ ചോദിക്കും. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ തേങ്ങുന്ന മനസ്സുള്ളവർ നിങ്ങളിലുമില്ലേ? വാരി വലിച്ച് ഡമ്പ് പറയാത്തവർ, പൊങ്ങച്ചത്തിൻ്റെ ലവലേശമില്ലാത്തവർ, പച്ചയായ ജീവിതങ്ങൾ ഇല്ലേ? ഞാനിത് പറയുമ്പോൾ പാമ്പിൻ്റെ വായിലിരിക്കുന്ന ഒരു തവളയുടെ ഒച്ച പോലെ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. റൂമിൽ എനിക്ക് സമീപത്തുള്ള ബാഗ് ഞാൻ മാറ്റി നോക്കി. എങ്ങാനും ഒരു പാമ്പോ മറ്റോ കൂടെ പോന്നോ റൂമിലേക്ക്? ഇവിടെ കണ്ടോ ഈ പുള്ളിമാനെ?
അതെന്നോട് പറഞ്ഞ സ്വകാര്യം എന്താണ്? നിങ്ങൾ പറയൂ, കമൻ്റായി രേഖപ്പെടുത്തുമോ? അതിലും ഞാൻ കണ്ടു എന്തോ ഒരു ഒളിപ്പിച്ച വിഷാദം. ഞാൻ കൂടുതൽ നേരം അവിടെ നിന്നില്ല. നടക്കുകയാണ്. കാഴ്ചകൾ ബാക്കി വല്ലതും മിച്ചം വന്നാലോ എന്ന്. കാഴ്ചകളുടെ അതിരുകളെ എനിക്ക് തീരെ പരിചയമില്ലാത്തതാണ്, ഇഷ്ടമില്ലാത്തതാണ്. അതിരില്ലാത്ത കാഴ്ചകളിലേക്ക് ജീവിതങ്ങൾ നടന്നെടുക്കട്ടെ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത് പോകേണ്ടത് എക്കോ ടൂറിസത്തിൻ്റെ മറ്റൊരു പ്രൊജക്റ്റ്. അത് വളരെ വലിയൊരു പ്രൊജക്റ്റാണ്. അത് കാണാനാണ്. നമുക്ക് 2 വീഡിയോ ആയിട്ട് ഇതിനെ കാണാം. ഓക്കെ, ഇതിൽ ഈ മാനുകളുടെ റിഹാബിലിറ്റേഷൻ സെൻറ്റർ ചുറ്റിക്കറങ്ങി കാണാം. ഇവിടുത്തെ ചോലമരങ്ങളെ കാണാം. കണ്ടോ എന്ത് രസമാണ് ഈ ഭാഗത്തൊക്കെ. ഇവിടെ വലിയ ഉയൽ കെട്ടിയിട്ടുണ്ട്. ഫാമിലിയോടെ കുട്ടികളോടെ ഒപ്പം വരുന്നവർക്ക് ഇതൊക്കെ ആസ്വദിക്കാം. ഞാൻ കുറച്ചു നേരം ഉയലാടി കേട്ടോ. പക്ഷേ എനിക്ക് പേടിയാണ് ഉയലാടാൻ. നിങ്ങൾക്കോ? കാരണം മെനിഞ്ഞാന്ന് സന്ധ്യ മുതൽ തുടങ്ങിയ തലകറക്കമാണ് എനിക്ക്. നന്നായിട്ട് കറങ്ങി കേട്ടോ. ഞാനൊന്ന് ഭയന്നുപോയി. ഇന്നത്തെ യാത്ര ഒഴിവാക്കേണ്ടി വരുമോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ യാത്രയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ യാത്രകളിലൂടെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളിലൂടെ നിങ്ങളും ഞാനും ഒന്നാകുന്ന ഈ നിമിഷം, അതാണ് എൻ്റെ ഓരോ വീഡിയോയും. കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, പറയുന്നതിലോ കാണിക്കുന്ന കാഴ്ചയിലോ വിരസമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. ഈ കൊച്ചു കട കണ്ടോ? ഇവിടെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? വെള്ളം ദാഹിക്കുന്നുണ്ട്, വെള്ളം വാങ്ങാനാണ് വന്നത്. കണ്ടോ സത്രം പോലെ എന്തോ ഒന്ന് കെട്ടിയിട്ടിരിക്കുന്നത്. നമുക്കവിടെ കയറി കുറച്ചു നേരം വിശ്രമിച്ചാലോ? വിശ്രമിച്ചിട്ട് അടുത്ത് യാത്ര തുടരാം. ഇവിടെയൊക്കെ എന്ത് രസമാണെന്ന് നോക്കൂ. ഇതുപോലുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുമ്പോൾ സിനിമയ്ക്ക് എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ വന്ന് പെർമിഷൻ എടുത്ത് ഇത് ഉപയോഗിക്കലല്ല, പകരം സെറ്റിടലാണ്. അവിടെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതമാർഗം വഴിതെളിയുന്നത്. ഇത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലോ ഈ പായലുകളും അതുപോലെ ഫെൻസിങ്ങും ഒക്കെ ഇതുപോലെ തന്നെ എങ്ങനെ വരുത്തുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യ ഉണ്ട്, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ അതിൻ്റെ കാഴ്ചകളെല്ലാം കൃത്രിമമായി തന്നെ തോന്നും. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന രീതി എന്താണെന്നറിയോ? മാറ്റ് പെയിൻറ്റിങ്. മാറ്റ്, MATTE, മാറ്റ് പെയിൻറ്റിങ്. പിന്നെ റിയൽ സെറ്റ് പോലെ തോന്നിക്കുന്ന കൃത്രിമ സെറ്റ് ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട് കൃത്രിമ സാധനങ്ങൾ ഉപയോഗിക്കും. ഫ്രെയിമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്രിമമായി തോന്നുകയേയില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ട് ഡയറക്ഷൻ. ഭാഗ്യം, ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ കാഴ്ച സമ്പന്നമാക്കി തന്നത് എന്താണെന്നറിയോ? ആ ഡിയേഴ്സിന് വേണ്ടുന്ന ആഹാരം കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒരാൾ പോയി. അത് കഴിക്കാൻ അവരെല്ലാം കൂട്ടം കൂടി വന്നു. അതുകൊണ്ട് നമുക്കവയെ ഒരുമിച്ച് കാണാൻ പറ്റി. അത് വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നോക്കൂ, ഒരു ഉരുൾപൊട്ടൽ വന്നതുപോലുള്ള ഒരു സ്ഥലം ഇവിടെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെയല്ല, മഴവെള്ളം ഒഴുകിപ്പോയതിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ച സ്ഥലം അത്രമാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം എനിക്ക് വളരെ സന്തോഷം നൽകി. നിങ്ങൾക്കോ? പിന്നെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയം എനിക്ക് ആ രീതിയിൽ സന്തോഷവുമാണ് കേട്ടോ. നിങ്ങൾ ഇത്ര നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. നോക്കൂ, വലിയൊരു മരം. ഈ മരം കൃത്രിമമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? ഫിലിം സെറ്റിന് വേണ്ടി പറ്റും. നമ്മൾ പോളിയൂറേത്തൈൻ എന്ന് പറയുന്ന ഒരു പുതിയ കെമിക്കൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ ഫ്രണ്ട്ലിയാണ്. ഇതുപോലുള്ള ആർട്ട് വർക്കുകൾക്ക് വളരെ നമുക്ക് ഗുണകരമായ പോളിയൂറേത്തൈൻ കൊണ്ട് അതുപോലുള്ള വലിയ വൃക്ഷത്തെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ റെസിൻ കോട്ടിങ്ങും. ഞാൻ എന്തിനാണ് ഈ ടെക്നിക്കൽ ടേമും ഒക്കെ സംസാരിക്കുന്നത്? എൻ്റെ ജോലി, എൻ്റെ ജീവിതമാർഗം, അതും ഒക്കെ നിങ്ങൾ അറിയണ്ടേ? അതുപോലെ എൻ്റെ യാത്രകൾ മിക്കപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ജോലി തേടിപ്പോയിട്ട് ആ സ്ഥലത്തെ വിഷ്വൽസ് എടുക്കലാണ്. ഇനിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും
എൻ്റെ വേദനകൾ ഷെയർ ചെയ്യുമ്പോൾ നിശബ്ദപൂർവ്വം കേട്ടിരുന്നു എൻ്റെ ബന്ധുക്കളായി മാറിയ പ്രിയപ്പെട്ട സാഫ്രോൺ കുടുംബത്തിലെ എല്ലാ അംഗത്തിനും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ലേഷർ പാർക്കിൽ പോയി സ്കൾപ്ചർ പാർക്കും ദിനോസർ പാർക്കും കാണാം. ഓക്കെ, നിങ്ങളും കൂടെ വരിക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക. നിങ്ങളുടെ സ്നേഹ സംഭാഷണങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. ഇവിടെയാണ് അടുത്ത് നമുക്ക് വരേണ്ട സ്ഥലം. കണ്ടോ, ഇത് വളരെ മനോഹരമായ, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച ലോകമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുക. അതും ഇങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാം. ലേഷർ പാർക്കിലേക്ക്. സ്നേഹത്തോടെ, നന്ദിയോടെ, സാഫ്രോൺ.